for the nation. നമ്മൾ നല്ലൊരു പാട്ട് ആസ്വദിച്ചു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഫിഡൽ ആണ്. റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു നമ്മുടെ സ്വന്തം ഫിഡൽ. ഹായ് ഫിഡൽ. ഹായ്. നല്ല കോസ്റ്റ്യൂം ആണ്. എന്താ കീറിപ്പോയാ? ഇല്ല, കമൽഹാസൻ സാറിന്റെ സ്റ്റൈൽ അല്ലേ? അപ്പം ഏത് സോങ്ങാ? ഞാൻ എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം എന്ന പാട്ടാണ്. അപ്പൊ അടിച്ചു പൊളിക്കാം ഫിഡൽ. 5th സ്റ്റേജില് ഫൈനൽ പെർഫോമൻസ് ആണല്ലേ? അതെ. ഓക്കെ, അപ്പൊ കലക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். கொட்டழகு பொன்னிருக்கு வட்டமிடும் பாத்திருக்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும்.
മത്തണയും ഇൻപമിന്തി തുമ്പമേ രാരാരേ மத்தனையும் இன்பமின்றி துன்பமே ராராரே எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் ഫിഡൽ കലക്കി കളഞ്ഞു ഫിഡൽ. താങ്ക് യു. ഫിഡലിന്റെ വേറൊരു മുഖം ഞങ്ങൾ ഇന്ന് കണ്ടു. എന്തായിരുന്നു പെർഫോമൻസ്! നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസ്, ജഡ്ജസ്, ഈവൻ മോഹൻ ചേട്ടൻ പോലും തകർത്താടിപ്പോയി. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. വളരെ ലൈവ്ലി ആയിട്ട് ചെയ്തു. വളരെ ലവ്ലി ആയിരുന്നു. ഇനി നമുക്ക് കമന്റ്സ് അറിയണ്ടേ? ഓക്കെ, അനുവേട്ട. ഫിദൽ, ഹായ് സർ. എക്സലന്റ്. താങ്ക് യു സർ. നോ മോർ വേർഡ്സ്. ഞാൻ പറയുന്ന ഒരു കാര്യത്തോട് ബി ചേട്ടനും റിമിയും പരിപൂർണമായി യോജിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കണ്ടസ്റ്റൻസിൽ വെച്ച് സ്റ്റേജിൽ ഏറ്റവും കൂളായിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ പാടുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും ഫിദൽ. ഭയങ്കര റിലാക്സ്ഡ് ആണ് അല്ലെ ബി ചേട്ടാ? സ്റ്റേജിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പാടുന്ന ഒരു പ്രതീതി ഒരിക്കലും ഫിദലിന്റെ പാട്ട് കേട്ടാൽ തോന്നില്ല. അത് വലിയ ഒരു പ്ലസ് ആണ്. ആൻഡ് സ്പെഷ്യലി ഇന്നത്തെ പാട്ടിൽ ഞാൻ യു ആർ സോ റിലാക്സ്ഡ് ഇൻ ദ സിംഗിങ്. ടെൻഷന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിദലിന് ഞങ്ങളെയും കൂടി നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിച്ചു പാട്ടിൽ. ദാറ്റ്സ് എ വെരി ബിഗ് പോസിറ്റീവ് ഫോർ ദ സോങ്. ആൻഡ് ചില സ്ഥലത്തൊക്കെ എക്സ്പ്രഷൻസ് വെർ സോ ബ്യൂട്ടിഫുൾ. അതായത് ഈ എനർജി ഉള്ള പാട്ടാണെങ്കിൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല എന്നുള്ള ധാരണ തെറ്റാണ്. ബിക്കോസ് അതിനും അതിൻ്റെതായ രീതിയിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കം ഓൺ എവറിബഡി ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ടുഗദർ എന്ന് പറയുന്ന വാക്കിനും ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് കം ഓൺ എവറിബഡി ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ടുഗദർ എന്ന് പറയാൻ കഴിഞ്ഞില്ലേ? അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ വൃത്തിയായിട്ട് പറയുന്നതിന് ഒരു ഭംഗിയുണ്ട്. അപ്പൊ ആ എനർജിയിൽ അത് കൂടിയാൽ നിലവിളിയാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് കറക്റ്റ് ബാലൻസിൽ വൃത്തിയായ രീതിയിൽ ആ എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ വൃത്തിയുള്ള ഡിക്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദാറ്റ് സോങ്. ഒരു തെറ്റുപോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ കൂടി തോന്നിയൊരു സജഷൻ, ഇതിന്റെ പല്ലവിക്ക് കുറച്ചുകൂടി ഒരു എനർജി ആവുമായിരുന്നു തോന്നി. വേറെ ഒന്നും തന്നെ ഈ പാട്ടിൽ എനിക്ക് ഒരു ഫോൾട്ടായിട്ട് പറയാനില്ല. ഡാൻസേഴ്സ് വെർ വെരി ഗുഡ്. മോനെ, കീപ് ഗോയിങ് ഇൻ ദിസ് വേ ബിക്കോസ് യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. വളരെ വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നോക്കുമ്പോഴും ഈ സ്റ്റേജിൽ ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴും ഫീലിന്റെ കാര്യത്തിലായാലും മെലഡിയുടെ കാര്യത്തിലായാലും പെർഫോമൻസിന്റെ കാര്യത്തിലായാലും യു ഹാവ് കം അപ്പ് എ ലോങ് വേ. ആൻഡ് അറ്റ് ദിസ് ടൈം ഐ വുഡ് ലൈക്ക് ടു താങ്ക് വൺ മോർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഇതിന്റെ ക്രിയേറ്റേഴ്സ് MS വിശ്വനാഥൻ എന്ന മഹാൻ ഒരിക്കൽ കൂടി, along with കണ്ണദാസൻ ആൻഡ് last but not the least SP ബാലസുബ്രഹ്മണ്യം. നിനൈത്താലെ എനിക്കുമെന്ന കെ ബാലചന്ദ്ര ചിത്രത്തിലെ ഗാനമായിരുന്നു. വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ഒരു സിനിമ. 3 സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ച അക്കാലത്തെ 3 സൂപ്പർ സ്റ്റാർസ് കമൽഹാസൻ, രജനീകാന്ത് ആൻഡ് ജയപ്രദയായിരുന്നു ഹീറോയിൻ. MSV ആണ് കമ്പോസർ. ഹാറ്റ്സ് ഓഫ് ടു ദറ്റ് ലെജൻഡ്. ആൻഡ് അത് മാത്രമല്ല 12
പാട്ടുകളുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സിനിമയിൽ. അത്രയും വലിയൊരു മ്യൂസിക്കൽ പ്രോജക്റ്റും കൂടിയായിരുന്നു നിന്നെ തലേനിക്കും. ആൻഡ് ഈ പാട്ടിൽ ഞാൻ വളരെ സ്പെഷ്യലായിട്ട് താങ്ക് ചെയ്യുന്നത് ജോസേട്ടനെയാണ് ഫോർ ദി excellent guitar pieces which he played. Thank you, Joseta. An all-time great show. All the best, Fidel. Thank you. സർ. ഫിഡൽ ഹായ് ചേച്ചി. സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കമന്റ്സ് ഒക്കെ കേട്ടല്ലേ. ഇനി ചേച്ചി എന്തായിരിക്കും പറയാ? ഞാൻ ഒന്നും പറയണില്ല, എനിക്ക് കുശുമ്പാണ്, ഞാൻ പറയുന്നില്ല. അസലായി പാടി മോനെ. അതായത് ഈ പാട്ടിന്റെ വിഷയം നമ്മൾ എപ്പോഴും കാണുമ്പോഴും കമലഹാസനും രജനീകാന്തും മത്സരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടാണിത്. ഇതിൽ തുടക്കത്തിൽ ആ പല്ലവി കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇച്ചിരി ചെറിയ ഡൗൺ ആയോ, ചിലപ്പോൾ ഇതിലായിരിക്കും അങ്ങനെ അങ്ങ് പോണോ. പക്ഷെ ഓരോ 3 സ്റ്റാൻസ് ഉണ്ട്. ചരണം 3 ചരണത്തിലും എനർജി ലെവൽ കൂടി ഒന്ന് അവസാനം ആളങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു. അവസാനമാണ് ശരിക്കും ഒരു ഫിഡലിലോട്ട് മാറിയത്. ആദ്യത്തെ ചരണം കഴിഞ്ഞ് രണ്ടാമത്തെ ഇതിലായപ്പോഴത്തേക്കും കാലേ ജപ്പാനിൽ കാഫി, അവിടെ തൊട്ട് ഓരോ ലിറിക്സിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ കൊടുക്കാൻ തുടങ്ങി, ആക്ഷൻ കാണിക്കാൻ തുടങ്ങി. പാട്ടിലും അങ്ങനെ കാണിച്ചപ്പോൾ എന്ത് ചെയ്തു, ആ ഓരോ വരിക്കനുസരിച്ച് മോന്റെ പാട്ടിലും ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ആ സമയത്ത് കൈയടിച്ചു പോയതും നമ്മൾ എൻജോയ് ചെയ്തതും. അത് മോൻ ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചതും മോന്റെ പാട്ടിലൂടെയാണ്. കൂടുതലൊന്നും പറയാനില്ല. ആ താരാരീ അതൊക്കെ എന്താ പവറിലാ പാടിയത്. ആദ്യത്തെ ഒരു താരാരി, രണ്ടാമത്തെ കണ്ടാവുന്ന ഒരു ചെറിയൊരു ഇത്തിരി പേടി അവിടെ എത്തുമോ എന്നുള്ളൊരു പേടി വന്നു. പക്ഷെ 3ാമത്തെ 4ാമത്തെ ഒക്കെ പൊളിച്ചടുക്കി. ഒരു കുട്ടി കമലഹാസൻ നിൽക്കുന്നു അല്ലേ? തോന്നിയോ? സ്വയം തോന്നിയോ അങ്ങനെ? പിന്നെ ആരെ പോലെ തോന്നുന്നത് കണ്ടിട്ട്? എന്നെ പോലെ. എന്നാലും ഭാവിയിലോ ഞാനൊരു സിനിമാ നടനായാലും എന്റെ ഛായ ഇന്നൊരു നടനെ പോലെ നമുക്ക് ചിലപ്പോൾ തോന്നില്ല. എന്നെ കണ്ടാൽ ഇന്നൊരു നടിയെ പോലെ ഛായ ഉണ്ടോ ഇല്ലേ? ചേച്ചിക്ക് എങ്ങനെയാ തോന്നാറ്? എനിക്ക് തോന്നിയെന്ന് പറയില്ല. അത് പറഞ്ഞാൽ അഭിഷേക് ബച്ചൻ ആത്മഹത്യ ചെയ്യും. ആരാ? അഭിഷേക് ബച്ചനോ? ആത്മഹത്യ ചെയ്യും അത് പറഞ്ഞാൽ. എന്താ ഐശ്വര്യ റായാണോ? ഓക്കെ മോനെ, എന്തായാലും രസമായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി. മോനെ മൊത്തത്തില് അടിച്ചു പൊളിച്ചു കേട്ടോ. താങ്ക് യു സർ. ഒരു എന്താ പറയാ, എല്ലാം കൊണ്ടും ഓർക്കസ്ട്ര ഒക്കെ സൂപ്പർ ആയിരുന്നു. ഡാൻസേഴ്സ് സൂപ്പർ. മൊത്തത്തില് അവരുടെ ഡാൻസേഴ്സിന്റെ സ്ലോ മോഷനും ഒരു അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഒരു അണ്ടർ വാട്ടർ ഫീലൊക്കെ കിട്ടി, നീല കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ട്. മൊത്തത്തില് മോന്റെ ആറ്റിറ്റ്യൂഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ MSV സാറിന്റെ ഈ ഒരു പാട്ട് ഇല്ലെങ്കിൽ റെട്രോ റൗണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ലായിരുന്നു. അതിന് അനൂപിന് താങ്ക്സ് ഉണ്ട് ഈ പാട്ട്. കാരണം ഇത് കേട്ടിരിക്കുന്നവരുടെ എനർജി കൂടുകയാണ് ഈ പാട്ട് വരുമ്പോഴേ. അത് ഒരു പ്രിവിലേജ് ആണ്. നമുക്ക് നമ്മളറിയാതെ കിട്ടുന്ന ചില ബോണസ്. ചിലപ്പോൾ ഒരു ദിവസം കൂടുതലൊക്കെ ജീവിച്ചിരുന്നിരിക്കും നമ്മളൊക്കെ. അതിനൊക്കെ വളരെ നന്ദി. നല്ല പെർഫോമൻസ് കേട്ടോ. ഓക്കെ. ഫിഡലിന്റെ അച്ഛനും അമ്മയും പാടോ? അച്ഛൻ പാടും. അച്ഛൻ പാടും, മ്യൂസിക് ടീച്ചറാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അച്ഛനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചാലോ? ഓക്കെ. അച്ഛൻ പാട്ട് പഠിപ്പിക്കുകയും ചെയ്യും അല്ലേ? നല്ലൊരു. അതെ. ഹായ് അങ്കിൾ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? MG രാധാകൃഷ്ണ സാറിന്റെ ഓർമ്മകൾ എന്ന പാട്ട്. ഓക്കെ. ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ താങ്ക് യു സോ മച്ച്. നന്നായി പാടിയില്ലേ? ഇഷ്ടായോ? അപ്പൊ ഇനി നമുക്ക് മാർക്സ് അറിയാം. അനുപേട്ട 28.5 out of 30. താങ്ക് യു ചേട്ടാ. And style, attitude and performance 4 on 4. താങ്ക് യു ചേട്ടാ. താങ്ക് യു അനുപേട്ട. റീം ചേച്ചി ഞാനൊരു ഇത്തിരി കുറവൊന്നും കുറയ്ക്കുന്നില്ല. 28.5 on 3. on 3 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു റിമി ചേച്ചി. ബി ചേട്ടാ 28.5 again. Expression 3. Thank you, Vijayata. Fidel, your total score is 95.25 on 100. Fidel, കിടിലൻ മാർക്കല്ലേ? അപ്പം 5th സ്റ്റേജ് കഴിഞ്ഞു. ഇനി 6th സ്റ്റേജിൽ കാണാം.